നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മിഡിൽ ഈസ്റ്റ് വീക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആകാശവിസ്മയങ്ങളുടെ ചെപ്പ് തുറന്ന ദുബായ് എയർ ഷോയുടെ കാഴ്ചകളുമായാണ് നമ്മൾ ഈ അധ്യായം ആരംഭിക്കുന്നത്. ആകാശത്ത് മാന്ത്രിക തീർത്ത ഈ വിസ്മയ കാഴ്ചകൾ കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. 36,700 കോടി ദിർഹത്തിൻ്റെ വ്യാപാര ഇടപാടുകൾക്കും ഇത്തവണ ദുബായ് എയർ ഷോയിൽ ഒപ്പുവെച്ചു. ഇത് സംബന്ധിച്ച് പ്രത്യേക റിപ്പോർട്ടുമായി ആദ്യം ഗൾഫ് കവർ സ്റ്റോറി. അഞ്ച് ദിവസം ദുബായിയുടെ ആകാശത്തെ കീറിമുറിച്ചും പ്രകമ്പനം കൊള്ളിച്ചു നടന്ന കാഴ്ചകൾക്ക് കൊടിയിറങ്ങി. ഈ ആകാശവിസ്മയങ്ങൾ ആയിരക്കണക്കിന് കാഴ്ചക്കാരെ ആവേശഭരിതമാക്കി. ലോകത്തിലെ മുൻനിര പോർ വിമാനങ്ങൾ മേളയിൽ അണിനിരന്നു. യുദ്ധമുന്നണിയിലെ ഇന്ത്യൻ പോരാളികളായ തേജസ്, F-35, മിറാഷ്, സാരംഗ്, J-17, റഷ്യൻ നൈറ്റ്സ് എന്നിവയുടെ ആകാശ പ്രകടനങ്ങൾ കയ്യടി നേടി. വ്യോമയാന മേഖലയിൽ ശതകോടികളുടെ കരാർ ഒപ്പിട്ടാണ് ദുബായ് എയർ ഷോ സമാപിച്ചത്. UAE പ്രതിരോധ മന്ത്രാലയം മാത്രം 23,000 കോടി ദിർഹത്തിന്റെ ഇടപാടുകൾ എയർ ഷോയിൽ നടത്തിയെന്നാണ് കണക്ക്. കോവിഡിന് ശേഷം വ്യോമയാന മേഖല നടത്തിയ കുതിപ്പ് വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തവണത്തെ ദുബായ് എയർ ഷോ. ഇപ്രകാരം 36,700 കോടിയിലേറെ ദിർഹത്തിന്റെ വ്യോമയാന ഇടപാടുകൾക്ക് ദുബായ് നഗരം സാക്ഷ്യം വഹിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉൾപ്പെടെയുള്ള വിവിധ ലോകരാജ്യങ്ങളിലെ നേതാക്കളുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. കൂടാതെ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, ദുബായിയുടെ ആദ്യ ഉപഭരണാധികാരിയും UAEയുടെ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ഷെയ്ഖ് മക്തും ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, ദുബായ് രണ്ടാം ഉപഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവരും പങ്കെടുത്തു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ഈ ലോക പ്രദർശനത്തിന് വേദിയായത്. $1.25 ലക്ഷം പേർ വ്യോമയാന മേളയിൽ പങ്കെടുത്തു. ഇന്ത്യ ഉൾപ്പെടെ 148 രാജ്യങ്ങളിൽ നിന്നുള്ള 1,400 വ്യോമയാന പ്രദർശകർ പങ്കെടുത്തു. ഈ മേഖലയിലെ 300 വിദഗ്ധർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. I have had the privilege of coming to Dubai Air Show as a representative of the government, and you cannot imagine how proud I feel today that we have the Tejas, which is going to be our frontline fighter aircraft in the years to come, displayed out here, and Tejas will also be performing the air show lasting about 10 minutes, demonstrating its capability to take on the world. It is a 4 to 4.5 generation aircraft, and I am proud to say that the pilots that to fly, I also belong to one of the squadrons that flies this aircraft, and we are really proud to be an Indian here today.
ആദ്യ ദിനം 19,100 കോടിയുടെ വമ്പൻ കരാറുകൾ ഒപ്പിട്ടു. മറ്റു ദിവസങ്ങളിലും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ കരാറുകളിൽ വിവിധ രാജ്യാന്തര കമ്പനികൾ ഒപ്പുവെച്ചു. ദുബായിയുടെ വിമാന കമ്പനികളായ എമിറേറ്റ്സ് എയർലൈൻസ്, ഫ്ലൈ ദുബായ് എന്നിവ $69 ബില്യൺ വിലമതിക്കുന്ന 140 വിമാനങ്ങൾക്ക് ഓർഡർ നൽകി. പോർ വിമാനങ്ങളും ആഡംബര വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൈനിക വിമാനങ്ങളും ഇത്തവണയും പ്രദർശനത്തിനെത്തി. UAE പ്രതിരോധ മന്ത്രാലയം 54 കരാറുകൾക്ക് എയർ ഷോയിൽ ഒപ്പിട്ടു. ഇന്ത്യയിൽ നിന്ന് പ്രതിരോധ വകുപ്പ് സഹമന്ത്രി അജയ് കെ ഭട്ടിന്റെ നേതൃത്വത്തിൽ സംഘം എയർ ഷോ സന്ദർശിച്ചു. UAE പ്രതിരോധ സഹമന്ത്രി മുഹമ്മദ് അഹമ്മദ് അൽ മുവർദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ UAE സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. ലോകമെമ്പാടുമുള്ള പങ്കാളികളെ ദുബായിലേക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് പുതിയ ആശയങ്ങളും പരിഹാരങ്ങളും സൃഷ്ടിക്കാനായത് എയർ ഷോയിലൂടെ വലിയ നേട്ടമായി. മിഡിൽ ഈസ്റ്റിന്റെ വ്യോമയാന മേഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദി കൂടിയായി ദുബായ് എയർ ഷോ മാറി. ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറുകൾ ഉറപ്പിച്ചുകൂടിയാണ് 18ാമത് ദുബായ് എയർ ഷോ സമാപിച്ചത്. 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ദുബായ് എയർ ഷോ ഇനി 2025 വേദിയാകും.